നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്നവർ നേരത്തെ ആ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴാണ്. അവർ വീട് വെക്കുന്നു, അവർ നല്ല കാറ് വാങ്ങിക്കുന്നു, അവർ പൈസ ചിലവാക്കി നല്ല ആർഭാടത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾക്കും ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്കും രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നു. ഇപ്പോൾ നമുക്ക് UK, കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് 30-40 ലക്ഷം രൂപ ചിലവാക്കി സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് സ്റ്റുഡൻസ് ആയിട്ട് ആ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയവർ അവിടെ നല്ല ജോലി കിട്ടി സെറ്റിലാകുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നു. അന്നേരം നാട്ടിലുള്ളവർക്കും അതുപോലെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വരുന്നു. അങ്ങനെ അവരും എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുമ്പോൾ നമുക്കറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയ 90% പേരും നല്ല ലക്ഷറി കാറുകൾ, വില കൂടിയ മൊബൈൽ ഫോണുകൾ, കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടുകൾ വാങ്ങിക്കുന്നു. അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരം ഇടാറുണ്ട്. അവരുടെ കാറുകളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാറുകൾ തന്നെ വന്ന് 6 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഇവിടെയുള്ളവർ വാങ്ങിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാം, നമ്മൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ളതാണ്. സത്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവർക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ക്യാഷ് ഉണ്ടാക്കാൻ ഒക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ ഭയങ്കര ലാവിഷായിട്ട് ജീവിക്കാനുള്ള ക്യാഷ് ആ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ടോ? അവർക്ക് അതിനു വേണ്ടി സേവിങ്സ് ഉണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എല്ലാവരും കാണുന്നത് ഫേസ്ബുക്കിലുള്ള ഫോട്ടോകളും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതായത് പുറമേയുള്ള ഒരു വിദേശ മലയാളിയുടെ ജീവിതമാണ് പലരും കാണുന്നത്. അവരുടെ മാനസിക സംഘർഷങ്ങളൊന്നും മറ്റുള്ളവർ കാണാറില്ല. ഇപ്പം ഞാൻ പറയുന്നില്ല എല്ലാവരും രക്ഷപ്പെടുന്നില്ലെന്ന്. ഒരു 10% പേര് വളരെ നല്ല രീതിയിൽ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി. മറ്റുള്ളവരെ ഇനി ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ ഞാൻ തുറന്നു പറയാം, ഒരു 90% ആൾക്കാരും നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. വിദേശ രാജ്യങ്ങളിൽ ചെന്ന 90% ആൾക്കാരും സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഒരു 6 മാസം നമ്മൾക്ക് ജോലിക്ക് പോകാതിരിക്കാൻ, ഒരു 6 മാസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇപ്പം ഞാൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു 90% ആൾക്കാരും ഒരു 6 മാസം 2 പേർക്കും, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിക്ക് പോകാൻ ഒത്തില്ലെങ്കിൽ അവരുടെ ജീവിതം താറുമാറാകും, ഒരു സംശയവുമില്ല. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെല്ലാവരും അടിപൊളി വീടുകൾ വാങ്ങാറുണ്ട്, ലക്ഷറി കാറുകൾ വാങ്ങാറുണ്ട്. ഈ ലക്ഷറി കാറുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവർ കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുന്നു, അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. 90%, സത്യം പറയാം, 90% പേരും അത് ലോണിലൂടെ തന്നെയാണ് വാങ്ങുന്നത്. ലോണിലൂടെ വാങ്ങുമ്പോൾ അതിന് നല്ലൊരു രീതിയിലുള്ള ഒരു പലിശയും കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു നല്ല ശതമാനം അതിന് എല്ലാ മാസവും അടവുമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നല്ല പറയുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു BMW ഒക്കെ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ലെങ്കിൽ അത്ര ഹൈ പ്രൊഫൈൽ ജോലി ചെയ്യുന്ന ഒരാൾക്കായിരിക്കും. പക്ഷേ UK പോലുള്ള രാജ്യത്ത് അത്ര ഹൈ പ്രൊഫൈൽ ജോലി ചെയ്യുന്നവരൊന്നും ആകണ്ട ഒരു BMW കാറൊന്നും ലോൺ എടുക്കാനായിട്ട്. സാധാരണ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഒരു BMW കാറിൻ്റെ ലോണൊക്കെ എടുക്കാൻ ഈസി ആയിട്ട് ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. UK മലയാളികളെല്ലാം തന്നെ വീട് വാങ്ങാറുണ്ട്. മലയാളികളുടെ ഒരു കോമൺ നേച്ചർ ഞാനിവിടെ പറയാം. വീടുകൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ ഇംഗ്ലീഷുകാരൊരു വീട് വാങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, UK ഒരു വീട് വാങ്ങുമ്പോൾ നോർമലി ഇവിടുത്തെ ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്നത് നമ്മളുടെ ശമ്പളത്തിൻ്റെ 4.5 ഇരട്ടിയാണ്. അതായത് ഇപ്പോൾ 50,000 പൗണ്ട് ശമ്പളം വരെ ഉള്ള ഒരാൾക്ക് ഏകദേശം 2.25 ലക്ഷം പൗണ്ട് ലോൺ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കും, ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മന്ത്ലി അടവ് കുറയ്ക്കും, അത് കഴിഞ്ഞ് നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. പക്ഷേ നമുക്ക് മറ്റ് ബാധ്യതകളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് 50,000 പൗണ്ടുള്ള ശമ്പളമുള്ളവർക്ക് ഏകദേശം 2.25 ലക്ഷം രൂപയുടെ ലോൺ കിട്ടും. ഇതിപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനാണ് ഈ 50,000 പൗണ്ട് സാലറി ഉള്ളതെങ്കിൽ അയാൾക്ക് അഫോർഡബിലിറ്റി കാണിക്കുന്നത് 2.25 ലക്ഷം രൂപ തന്നെയാണ്, നമ്മളെപ്പോലെ തന്നെയാണ്. പക്ഷേ ആ ഒരു കേസിൽ അദ്ദേഹം വീട് മേടിക്കാൻ പോകുന്നത്, മിക്കപ്പോഴും അവർ വീട് മേടിക്കുന്നത് ഒരു 1.50, 1.75 അല്ലെങ്കിൽ 1.5 ലക്ഷം പൗണ്ടിനോ അല്ലെങ്കിൽ 1,75,000 പൗണ്ടിന് വില നിൽക്കുന്ന ഒരു വീടേ അവർ വാങ്ങിക്കാൻ ശ്രമിക്കാറുള്ളൂ. അവർ കുറച്ചൊരു നീക്കിയിരിപ്പ് മാറ്റിവെക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മലയാളികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സെയിം ശമ്പളമുള്ളത് ഇപ്പോൾ 50,000, ഭാര്യയ്ക്കും ഭർത്താവിനൂടെ 50,000 പൗണ്ട് കിട്ടുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവർ വാങ്ങിക്കാൻ ശ്രമിക്കുന്ന വീട് എപ്പോഴും ഒരു 3 ലക്ഷം പൗണ്ടിൻ്റെതായിരിക്കും. അതിൻ്റെ റീസണായിട്ട് പലപ്പോഴും ഞാൻ കാണാറുള്ളത്, അവരുടെ ഫ്രണ്ട് ഒരു 2,80,000 രൂപയുടെ വീട് മേടിക്കും. അന്നേരം ആ ഫ്രണ്ട് 2,80,000 പൗണ്ടിൻ്റെ വീട് മേടിക്കുമ്പോൾ നമ്മൾ 3 ലക്ഷം പൗണ്ടിൻ്റെ വീടെങ്കിലും മേടിച്ചില്ലെങ്കിൽ നമുക്കത് കുറച്ചിലാണെന്നുള്ളൊരു ചിന്തയുണ്ട്. അന്നേരം ഈ 2.25 ലക്ഷം രൂപയോളം നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ലാസ്റ്റ് 3-4 മന്ത്സ് പേ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലോൺ അനുവദിക്കുന്നത്. അന്നേരം പലപ്പോഴും ഈ മലയാളികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3-4 മന്ത്സ് ഓവർ എക്സ്ട്രാ ഷിഫ്റ്റുകൾ ചെയ്യും, സാലറി കൂടുതലായിട്ട് കാണിച്ചിട്ട് കൂടുതൽ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ഡെപ്പോസിറ്റ് കാണിക്കാൻ നോക്കും.
ഈ ഡെപ്പോസിറ്റ് കാണിക്കാൻ പലപ്പോഴും ലീഗലല്ല ഇവിടെ ചെയ്യുന്നത്. പലപ്പോഴും ചിട്ടികൾക്കൊക്കെ ചേരും. നമുക്കറിയാമല്ലോ, ലേലച്ചിട്ടികൾക്കൊക്കെ ചേർന്ന് 15,000 20,000 പൗണ്ട് ആ ലേലച്ചിട്ടിയിലൂടെ കിട്ടുമ്പോൾ അത് ഡെപ്പോസിറ്റായിട്ട് വെക്കും. ആ രീതിയിലൊക്കെയാണ് പലരും ഇവിടെ വീട് വാങ്ങിക്കുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ ക്യാഷ് കൂടുതലുണ്ടെന്ന് ബാങ്കിനെ കാണിച്ചുകൊണ്ട് കൂടുതൽ പൈസയ്ക്കുള്ള വീട് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തും. ഇത് നമ്മൾക്ക് താമസിക്കാനുള്ള ആവശ്യം കൊണ്ടല്ല. കാരണം നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ മറ്റു മലയാളികൾ വീടെടുത്തു, അവരെക്കാട്ടി കൂടുതൽ വിലയുള്ള വീടെടുക്കണം എന്നുള്ളൊരു അഹങ്കാരം കാണിക്കാൻ തന്നെയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മാസം അഫോർഡ് ചെയ്യാൻ ഒക്കുന്നതിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുകയാണ് നമ്മൾ. കാരണം നമ്മുടെ മന്ത്ലി അടവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശമ്പളത്തിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുകയാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അന്നേരം നമ്മൾ കൂടുതൽ ഈ ക്രെഡിറ്റ് കാർഡിനെയൊക്കെ ഇങ്ങനെ ആശ്രയിച്ച് തുടങ്ങും. ഇങ്ങനെ ഈ ക്രെഡിറ്റ് കാർഡിനെയൊക്കെ ആശ്രയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശയൊക്കെ, ക്രെഡിറ്റ് കാർഡിനെയൊക്കെ ആശ്രയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊന്ന് തിരിച്ചു വരിക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അന്നേരം സ്വാഭാവികമായിട്ടും നമ്മൾ ഷിഫ്റ്റുകൾ കൂട്ടി വരും. നമുക്കൊരു ഹോളിഡേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും പറ്റാത്ത രീതിയിൽ ഷിഫ്റ്റുകൾ കൂട്ടി ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്താലേ നമ്മളുടെ വീടിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ വരും. പക്ഷേ ഇതേ സാഹചര്യത്തിൽ നേരെ തിരിച്ച് ഒരു ഇംഗ്ലീഷുകാരൻ വീടെടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ല 2,15 ലക്ഷം പൗണ്ടിൻ്റെ വീട്, 2,15 ലക്ഷം പൗണ്ട് വരെ അവർക്ക് ലോൺ കിട്ടും. പക്ഷേ അദ്ദേഹം എടുക്കുന്നത് ഒരു 1.5 ലക്ഷം പൗണ്ടിൻ്റെതായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രയും സ്ട്രെച്ച് ആകത്തില്ല മന്ത്ലി എക്സ്പെൻസിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും, എക്സ്ട്രാ ഷിഫ്റ്റുകൾ ചെയ്യേണ്ട, ഹോളിഡേക്ക് പോകാൻ പറ്റും, അങ്ങനെ എല്ലാം അദ്ദേഹത്തിന് പറ്റും. അന്നേരം ഇതാണ് മലയാളികൾ വീട് വാങ്ങുന്നതും ഇംഗ്ലീഷുകാർ വീട് വാങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇംഗ്ലീഷുകാർ അവരുടെ ആസ്തിക്കനുസരിച്ചുള്ള വീട് വാങ്ങും. നമ്മൾ മലയാളികൾ നമ്മളുടെ ആസ്തി കൂടാതെ എക്സ്ട്രാ ആസ്തി നമ്മൾ ഉണ്ടാക്കി കാണിച്ച് വീട് വാങ്ങിക്കും. ഇതേ കാര്യം തന്നെയാണ് നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോഴും. ഇപ്പോൾ ഇംഗ്ലീഷുകാരൻ അവർ കാറ് വാങ്ങിക്കുമ്പോൾ അവർക്ക് എത്ര അഫോർഡ് ചെയ്യാനൊക്കെ അതിനനുസരിച്ചുള്ള കാറേ അവർ വാങ്ങിക്കുകയുള്ളൂ. ഒരിക്കലും മറ്റുള്ള ഒരാളെ കാണിക്കാൻ, എൻ്റെ അടുത്തുള്ള വീട്ടുകാരനെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയ വിലയുള്ള കാറ് മേടിച്ച് അവർ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയില്ല. അവരെപ്പോഴും അവർക്ക് അഫോർഡ് ചെയ്യാനൊക്കുന്ന രീതിയിലുള്ള കാറുകളെ വാങ്ങിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ നേരെ തിരിച്ച് മലയാളികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളിയുടെ ഫ്രണ്ട് 50,000 പൗണ്ടിൻ്റെ കാർ മേടിച്ചെങ്കിൽ ഞാൻ 60,000 പൗണ്ടിൻ്റെ കാർ വാങ്ങിക്കും. അത് എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ കടം വാങ്ങി മറ്റു രീതിയിലെല്ലാം ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈ കാർ വാങ്ങും. എന്നിട്ട് അതിനു വേണ്ടി ആ കടം തീർക്കാൻ വേണ്ടി അധ്വാനിച്ച് നമ്മുടെ ജീവിതം തീർക്കും. നമുക്കിപ്പോൾ ഒരു വീട് വാങ്ങിച്ചാൽ വലിയ പ്രശ്നമില്ല. കാരണം അതിന് മന്ത്ലി നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് പോലെ മാസം അടച്ചു പോയാൽ മതി. ആ വീടിൻ്റെ വാല്യൂ കൂടുന്നത് കൊണ്ട് വലിയ നഷ്ടം നമുക്ക് വരികയില്ല. പക്ഷേ കാറിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. കാരണം അതിൻ്റെ വാല്യൂ എന്തായാലും കൂടുകയില്ല. അത് നമ്മൾ വില കൂടിയ കാർ മേടിക്കുന്നതനുസരിച്ച് നമ്മുടെ മന്ത്ലി എക്സ്പെൻസും കൂടും, ഇൻഷുറൻസും ടാക്സും എല്ലാം കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം നമുക്ക് കാറൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ വില കൂടിയ കാർ മേടിച്ചെന്നും പറഞ്ഞ് നമ്മൾ ജാട കാണിക്കാൻ വില കൂടിയ കാർ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് അന്നേരം നമ്മൾ UK-ലോ അല്ലെങ്കിൽ കാനഡയിലോ പോയി ഇങ്ങനെ വലിയ വലിയ വീടുകൾ വാങ്ങിക്കുന്നു, കാറുകൾ വാങ്ങിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ളവരുടെ വിചാരം ഇവർക്ക് ഇത്രയും പൈസ നീക്കിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സേവിങ്സ് ഉള്ളതുകൊണ്ട് ആ സേവിങ്സ് ഉപയോഗിച്ചാണ് ഇവിടെ വീട് വാങ്ങിക്കുന്നതെന്നാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ വീട് വാങ്ങിക്കണമെങ്കിൽ, ഈ രാജ്യങ്ങളിലൊക്കെ വീട് വാങ്ങിക്കണമെങ്കിൽ 5%ഓ 10%ഓ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റും. ഇവിടുന്ന് ലോൺ കിട്ടും, ക്രെഡിറ്റ് സ്കോർ നല്ലതാണെങ്കിൽ. അന്നേരം നമുക്ക് ഈ ഒരു 10,000 ഇപ്പോൾ ഒരു 2.5 ലക്ഷം പൗണ്ടിൻ്റെ വീട് വേണമെങ്കിൽ നമുക്ക് 5% ആണെങ്കിൽ 12,500 പൗണ്ട് ഇട്ട് കാണിച്ചാൽ മതി. ഇത് നമ്മൾ ഏതെങ്കിലും ചിട്ടിയൊക്കെ പിടിച്ച് ഇട്ട് കാണിക്കും, നമുക്ക് വീട് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ പൈസ സ്വന്തമായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഫുൾ പൈസ കൊടുത്ത് വീട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പകുതി പൈസ കൊടുത്താണ് ഈ വീട് വാങ്ങിക്കുന്നതെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു വീട് UK-യിൽ വാങ്ങിക്കുമ്പോൾ ഏകദേശം 30 വർഷത്തെ ബാധ്യത നമ്മൾ മിനിമം ഏറ്റെടുത്ത് വെക്കുന്നുണ്ട്. ആ 30 വർഷം കൊണ്ടായിരിക്കും വീടിൻ്റെ മോർഗേജ് അടച്ചു തീർക്കുന്നത്. അന്നേരം ഈ 30 വർഷവും നമ്മൾ അധ്വാനിക്കാതെ ആ വീട് അടച്ചു തീർക്കാൻ പറ്റുകയില്ല, വീടിൻ്റെ ബാധ്യത. കാരണം ഇതുപോലെയാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ, നമുക്കറിയാമല്ലോ, നമ്മൾ വിദേശ മലയാളികൾ നാട്ടിൽ പോകുമ്പോൾ അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ UK-യിൽ നമുക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് 100 പൗണ്ട് കിട്ടും. നാട്ടിലെ 10,000 രൂപ ഏറ്റവും കുറഞ്ഞത് കിട്ടും. ഈ പൈസ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് നടക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. കാരണം നമുക്ക് ഒറ്റ ദിവസത്തെ ശമ്പളമേ ഉള്ളൂ. അത് വെച്ച് നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർ വിചാരിക്കുമോ ഇവനെന്തോ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുകയാണ്. പലപ്പോഴും ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ എടുത്തായിരിക്കും ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പോകുന്നത്. ആ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കയ്യിലുള്ള പൈസ അടിച്ചു പൊളിച്ച് തീർക്കും. ചിലപ്പോൾ ഒരു 2-3 ലക്ഷം രൂപ കടം വരുത്തിയാലും നമ്മൾ ചിന്തിക്കുന്നത് 3,000 പൗണ്ടല്ലേ ഉള്ളൂ, തിരിച്ച് നാട്ടിൽ ഇവിടെ എത്തിയാൽ ഒരു മാസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെയാണ് പലരും ഹോളിഡേക്ക് പോവുക, തിരിച്ചു വന്ന് കൂടുതൽ ഷിഫ്റ്റ് ജോലി ചെയ്ത് കടകൾ തീർക്കുക. അന്നേരം വിദേശ രാജ്യങ്ങളിലെ ജീവിതം നിങ്ങൾ നാട്ടിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു ജീവിതമല്ല UK-യിൽ. നമ്മളിവിടെ അധ്വാനിച്ച് തന്നെയാണ്. പലരും 6 ദിവസവും ഫുൾ ടൈം ജോലി ചെയ്തിട്ടാണ് ഒരു ദിവസം 7ാമത്തെ ദിവസം ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നതും ഈ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്നത് അവരുടെ ജീവിതം അടിപൊളിയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ പുറത്ത് പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, അവർ പുതിയ ഉടുപ്പ് ഇടുന്നു, പുതിയ ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നു, അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ചിലപ്പം ഈ ഒരൊറ്റ ദിവസം അവധി എടുത്തുകൊണ്ടാണ്. ബാക്കി ടൈം ഫുൾ ടൈം ജോലി ചെയ്ത് കൊടുത്തുകൊണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കരുത്, നാട്ടിലുള്ളവർ വിചാരിക്കരുത് വിദേശത്ത് പോകുന്ന എല്ലാവരും ചിലപ്പോൾ ഒരു 10% രക്ഷപ്പെട്ടവർ കാണും, എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന്. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് വിദേശത്തും ജീവിക്കുന്നത്, നല്ലതുപോലെ ജോലിയെടുത്ത് തന്നെയാണ് ഇവിടെയും ജീവിക്കുന്നത്. അന്നേരം നമ്മുടെ നാട്ടിൽ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടും എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിദേശത്തേക്ക് ചേക്കേറാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം വിദേശത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള ലോണുകൾ, മോർഗേജ് ലോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിലും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം തിരിച്ചു പോയാലും നമുക്ക് എങ്ങനെ നാട്ടിൽ പിടിച്ചു നിൽക്കും എന്നുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലോ നല്ല ജോലി ഉള്ളവർ ഒരു കാരണവശാലും അത് കളഞ്ഞൊന്നും യുകയിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. വിദേശ രാജ്യത്തു നിന്നുള്ളവർ കാണിക്കുന്ന ഫേസ്ബുക്ക് കോപ്രായങ്ങളും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോകളും കണ്ട് അവർ ഇവിടെ അടിപൊളി ജീവിതം ആണ് നയിക്കുന്നതെന്ന് വിചാരിക്കരുത്. സത്യം അതല്ല. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാരണം അത് ആലോചിച്ച് മാത്രം ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.